അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബട്ടർ ഗാർലിക് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ്. ഇതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ബട്ടർ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കി തുടങ്ങാം. പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ചിക്കൻ്റെ ഓരോ പീസ് എടുത്ത് പാനിൽ വെക്കുക. രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക. ഒരുപാട് മൊരിഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാൽ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടും ഉണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതുപോലെ മുഴുവൻ പീസും ഫ്രൈ ചെയ്തെടുക്കുക. നെക്സ്റ്റ് പാനിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെക്കുക, ഇല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകും. ഇനി ഒരു 30 വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചിട്ട് ചേർക്കാം. വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ 3 പച്ചമുളക് റൗണ്ടിൽ മുറിച്ചിട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് ഉള്ളിത്തണ്ടാണ്. ഞാൻ 3 പീസ് ഉള്ളിത്തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 സ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കട്ടിയൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കണം. എന്നിട്ട് ഈ കോൺഫ്ലവർ മിക്സ്ചർ ഇതിലേക്ക് ഒഴിക്കുക. ഫ്ലെയിം കൂട്ടി ഹൈയിൽ വെക്കുക. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കണം. അതിനുശേഷം 1 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുക. 1 സ്പൂണ് വിനീഗർ ചേർക്കുക. 1 സ്പൂണ് സോയാ സോസും ചേർക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ലാസ്റ്റ് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം. ഇപ്പോൾ ബട്ടർ ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.